ഹലോ എവരിബഡി, ഞാൻ ടീച്ചർ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നാച്ചുറൽ ഐസ്ക്രീം വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് നാച്ചുറൽ ഐസ്ക്രീമാണ്. ടെൻഡർ കോക്കനട്ട് നാച്ചുറൽ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ ഫുൾ ക്രീം മിൽക്ക്, 125 ഗ്രാം പഞ്ചസാര, ഒരു കരിക്കിൻ്റെ ഫ്ലഷ് മുഴുവനും, 1/2 കപ്പ് കരിക്ക് വെള്ളം, 1 കപ്പ് അമുൽ ഫ്രഷ് ക്രീം. അമുൽ ഫ്രഷ് ക്രീം ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ വീട്ടിൽ ക്രീം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഹോം മെയ്ഡ് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഈ 1/2 ലിറ്റർ മിൽക്ക് തിളപ്പിച്ച് അതിൻ്റെ വോളിയം ഒരു 250 ml ആക്കും. നിങ്ങൾക്ക് അത്രയും സമയം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 ml പാലെടുത്തിട്ട് 200 ml പാൽ തിളപ്പിക്കുന്നതിന് വേണ്ടി വെക്കുക. ബാക്കി 50 ml 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്യുക. അതിനുശേഷം അത് തിളപ്പിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു തിക്കായിട്ടുള്ള മിക്സർ കിട്ടും. ഇതുമല്ലെങ്കിൽ പാലിൽ നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടിട്ട് നിങ്ങളുടെ ഈ മിക്സർ തിക്കായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ഈ പാല് തിളപ്പിച്ച് ഇതിൻ്റെ വോളിയം പകുതിയായി കഴിയുമ്പം ഇനിയും നമുക്ക് കാണാം. നമ്മുടെ മിൽക്ക് നല്ല തിക്കായി, മിൽക്കിൻ്റെ വോളിയം ഓൾമോസ്റ്റ് പകുതിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഈ പാല് നോർമൽ റൂം ടെമ്പറേച്ചർ ആകുന്നത് വരെ ഞാൻ ഫാനിൻ്റെ അടിയിൽ വയ്ക്കുന്നു. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം വെളിയിലെടുത്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, പാൽ ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ചു. ഇത് പഞ്ചസാരയും ഞാൻ പൊടിച്ചെടുത്തു. അതിനുശേഷം ഈ കരിക്കിൻ്റെ ഫ്ലഷ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു. ഇത് ശരിക്കും അരയരുത്. ഇനി ഇതിലേക്ക് ഞാൻ ഈ കരിക്കും വെള്ളം ഒഴിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ക്രീം ഞാൻ ഈ ബൗളിലേക്ക് ഒഴിക്കുന്നു. ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഇതിലേക്ക് ഞാൻ തിക്കാക്കി വെച്ചിരുന്ന പാലൊഴിക്കുന്നു. പൗഡർ ചെയ്ത് വെച്ചിരുന്ന പഞ്ചസാര ഇടുന്നു. ഒരു 3 to 5 മിനിറ്റ്സ് നമ്മളിത് ബ്ലെൻഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ കരിക്ക് ഫ്ലഷ് ഇടുന്നു. ഇനി ഈ മിക്സർ ഞാൻ ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെൻഡർ കോക്കനട്ട് ക്രഷ് ചെയ്തിടാം. ഇനി ഞാനിത് ഒരു 8 to 10 hours ഫ്രീസറിൽ വെക്കാൻ പോകുന്നു. ഒരു 10 hours കഴിഞ്ഞ് നമുക്ക് ഇനിയും കാണാം. 9 മണിക്കൂറായി. നമ്മുടെ ഐസ്ക്രീം ആയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഐസ്ക്രീം സെറ്റായി. സ്വദ കം ടേസ്റ്റ്. മാത്യൂസ്, sit. Super. Tasty. Good. Very good. Super. നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.